ആണ്ടല്ലൂർക്കാവിന്റെ ഫ്രണ്ട് എൻട്രൻസ്. ആണ്ടല്ലൂർക്കാവാണ് ആണ്ടല്ലൂർക്കാവിന്റെ കവാടം. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ദസറയാണ്. അപ്പം ദസറക്ക് ആണ്ടല്ലൂർക്കാവില് വിദ്യാരംഭമുണ്ട്. അത്യാവശ്യം കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ കയറുമ്പോൾ റൈറ്റിൽ തന്നെ ആണ്ടല്ലൂർക്കാവിന്റെ കുളമുണ്ട്. ഇതാ ഈ കാണുന്ന കുളം. കുളത്തിൽ മഴക്കാലം ജൂൺ ജൂലൈ ഓഗസ്റ്റ് കുട്ടികളെ നീന്തെല്ലാം പഠിപ്പിക്കലുണ്ട്. 5 മണി തൊട്ട് ആള് വരും കുളിക്കാൻ. ഇവിടെ വ്യൂ ആണ് കേട്ടോ. നിങ്ങൾ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. 2-3 ദിവസമായിട്ട് പരിപാടികളുണ്ടായിരുന്നു. ഗാനമേള, അതുപോലെ ഡാൻസ്, നൃത്തം, ഇങ്ങനെയുള്ള പരിപാടികളുണ്ടായിരുന്നു. അതുകൊണ്ട് രസമായിരുന്നു ഇവിടെയെല്ലാം. ഇന്നിപ്പം ദസറ, ഇന്നലെ ആയുധപൂജ, ഇന്നും വാഹനപൂജ നടക്കുന്നുണ്ട്. വാഹനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് പൂജക്ക് വേണ്ടി. ഒരു KL 44 വണ്ടി. KL 44 എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്ന് മൂവാറ്റുപുഴ ഭാഗം, പെരുമ്പാവൂർ മൂവാറ്റുപുഴ ആ ഭാഗം തോന്നുന്നത്. അത്ര അങ്ങോട്ട് പരിചയമില്ല ആ ഭാഗം. ഒരു ഇനോവ വാഹനപൂജക്ക് വന്ന്. അപ്പൊ ആണ്ടല്ലൂർക്കാവിന്റെ കേറുന്ന ഭാഗം കേട്ടോ. അവിടെ വിദ്യാരംഭം നടക്കുന്നുണ്ട്. കുട്ടികളെ അരിയിലെഴുതിക്കുന്ന ഇന്ന് ദസറ. അതുകൊണ്ടാണ് ആ ഭാഗത്ത് ഇങ്ങനെ തിരക്ക്. ക്ഷേത്രത്തിന്റെ ഓഫീസാണ് റൈറ്റിൽ കാണുന്നത്. മലബാർ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലായത്. അപ്പൊ വഴിപാടുകളെല്ലാം ഇവിടെ ചെയ്യാം. അതിന്റെ റെസീറ്റ് മുറിക്കാം റൈറ്റിൽ കേട്ടോ. കുടിക്കുന്ന വെള്ളമുണ്ട്. അതുപോലെ ഇവിടെ കല്യാണത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. കല്യാണത്തിന് ഹാളുണ്ട്. കല്യാണങ്ങൾ നടന്നിനോന്ന് എനിക്ക് അത്ര അങ്ങോട്ട് പിടുത്തമില്ല. ഏതായാലും അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങൾ. ഇവിടെ ഇങ്ങോട്ട് ഒരു കിണറുണ്ട്. ഉത്സവ സമയം ഫെബ്രുവരി മാസം തെറ മഹോത്സവം. അന്നാണ് ശരിക്കും നിങ്ങൾ കാവിൽ വരേണ്ടത്. ഇതൊന്നുമല്ല അന്നത്തെ ചുറ്റുപാട്. നല്ലൊരു വേറെ തന്നെ ഒരു അന്തരീക്ഷം തെറേൻ്റെ ഉത്സവത്തിന്. ഫെബ്രുവരി മാസം അധികം 2ാമത്തെ ആഴ്ച തുടങ്ങും തെറ ഉത്സവം. ശ്രീ ദൈവത്താറീശ്വരന്റെ അനുഗ്രഹമാണ് നമ്മളെ അണ്ടല്ലൂർക്കാവിനും നമ്മളെ ധർമ്മടം ദേശവാസികൾക്കും എല്ലാവർക്കും ശ്രീ ഈശ്വരന്റെ അനുഗ്രഹം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ചുറ്റും മരങ്ങളും തണലും എല്ലാം ആയിട്ട് കണ്ടോ. പുനരുദ്ധാരണത്തിന് സർക്കാർ, കേരള ഗവൺമെൻറ് നല്ലൊരു ഫണ്ട് കൊടുത്തിവിടെ നല്ല രീതിയിൽ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടെ എല്ലാ ഫെസിലിറ്റിയും കൂടെ ഒരുക്കിയിട്ട് ആണ്ടല്ലൂർക്കാവിൽ നല്ല മികച്ച രീതിയിൽ ഭക്തർക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്, ഇരിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, ഷെൽട്ടർ ഉണ്ട്, അതുപോലെ കല്യാണത്തിൻ്റെ സൗകര്യങ്ങളുണ്ട്, ഹാളുണ്ട്.
എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ദസറക്ക് ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ഹനുമാന്റെ വിഗ്രഹമുണ്ട് ഇവിടെ, അതുപോലെ ശ്രീരാമന്റെ വിഗ്രഹമുണ്ട്. രാമായണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അണ്ടലുക്കാവും, അതേപോലെ താഴേക്കാവും തൊട്ടടുത്ത്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നതാണ്. കയറി വരുന്നിടത്ത് വാഹനപൂജ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ ഇവിടെ അരിയിലെഴുതിക്കുന്നുണ്ട് കുട്ടികളെ. ഇന്ന് വിദ്യാരംഭം, ദസറയും കൂടിയാണ് ഇന്ന്. അതുപോലെ എല്ലാണ്ടും അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഭക്തജനങ്ങൾ. എല്ലാം അറിയുന്ന ഒരാൾ നിൽക്കുന്ന വർഷം ഇത് ബാക്ക് വശത്തുനിന്ന് കയറുന്ന കവാടാണ്. അണ്ടലുക്കാവിൻ്റെ ബാക്ക് വശത്തുനിന്ന് കയറുന്ന കവാടം. കാവും പരിസരവും ബാക്കിൽ നിന്നുള്ള വ്യൂ കേട്ടോ. കാവും പരിസരവും ബാക്കിൽ നിന്നുള്ള വ്യൂ. അണ്ടലൂർക്കാവിൻ്റെ മറ്റൊരു എൻട്രൻസ്, സൈഡ് എൻട്രൻസ്. അണ്ടലൂർക്കാവിൻ്റെ വിശേഷങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇനി ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. അപ്പം വീണ്ടും ഈറ്റ് ആൻഡ് സീ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അൺടിൽ ദെൻ, സീ യു ആൻഡ് ടേക്ക് കെയർ.